ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചിക്കൻ 1/2 കിലോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് ചില്ലിക്ക് കണക്കായിട്ട് കട്ട് ചെയ്തതാണ്, ബോൺലെസ് അല്ല. ഇത് ബോണും കൂടെ കൂടിയിട്ടുള്ളതാണ്. ക്യാപ്സിക്കം ഒരെണ്ണം വലുത് ചിതര കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് ചതച്ചത്, കറിവേപ്പില, 2 സവോള ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, കോൺഫ്ലവർ, അതുപോലെ തന്നെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചിക്കനിൽ ഇട്ട് അത് മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് ഇതിടുന്നത്. മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പുപൊടി, വിനാഗിരി, പാം ഓയിലാണ്. കോഴി വറക്കുന്നത് പാം ഓയിലാണ്. കോഴി വറുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ടൊമാറ്റോ സോസ് 2 സ്പൂൺ. ആദ്യമായിട്ട് ചിക്കൻ നമുക്കൊരു 10 മിനിറ്റ് നേരം മാറിനേറ്റ് ചെയ്ത് വെക്കാം. മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം നമുക്ക് ചേർക്കാം. ആദ്യമായിട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം, 1 സ്പൂണോളം ഗരം മസാല. കുറച്ച് ഒരു ചെറിയ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇത് തിരുവി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കതിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇടുന്നത്. കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. കോൺഫ്ലവർ ഒരു ചെറിയ സ്പൂണാണ്, 2 സ്പൂൺ ഇട്ടു. 2 സ്പൂൺ കോൺഫ്ലവറും 1 സ്പൂൺ മൈദയുമാണ് ഇടുന്നത്. ഇതിനകത്തോട്ട് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇത് സെറ്റാകാൻ വേണ്ടി വെക്കും. ഈ എല്ലാം ചേർത്ത് നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ വറുക്കാനുള്ള ഇതിലാണ്. നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ കുറച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ കരിവേപ്പില ഇട്ടിട്ടൊന്ന് വറുത്ത് പോരുന്നുണ്ട്. ഇത് ചേർക്കാനുള്ള മസാല, ഉള്ളി ഇതെല്ലാം വഴറ്റി നമുക്ക് എടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് ഞാൻ ഒരു പിഞ്ച് ജീരകം ഇടുകയാണ്. ഇത് ഓപ്ഷണലാണ്, ജീരകം ഇടണം നിർബന്ധമൊന്നുമില്ല. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തെ സവോള ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകും കൂടെ നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. ചതച്ച് വെച്ചൊരു 3-4 പച്ചമുളകായിരുന്നു. അത് നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്തു. ഈ സവോള അധികം വെന്ത് പോകരുത്. അതാ ഒരു പച്ച
അധികം മാറാതെ മാറി എന്നുള്ള ആ കണ്ടീഷനിലാണ് വേണ്ടത്. എന്നാലേ ചില്ലി ചിക്കൻ്റേതായ ഒരു ഇത് വരുള്ളൂ, ഒരു ടേസ്റ്റ് വരുള്ളൂ. വാടിപ്പോയാൽ അതിൻ്റെ ആ ടേസ്റ്റ് നഷ്ടപ്പെടും. ഇതിലേക്ക് ആവശ്യമായ ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഉപ്പ് കണക്കാണ്. ഇനി അഥവാ ചിക്കനിൽ ഉപ്പം കുറഞ്ഞു പോയാൽ ഇതിൽ കൂട്ടിക്കൊടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. എരിവ് വേണ്ടവരെ മുളക് പൊടി, അതിന് എരിവുള്ള നല്ല മുളക് പൊടി ചേർക്കണം. ഇത് നമ്മുടെ ഇവിടെ നാട്ടിൽ കിട്ടുന്ന കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചില്ലി ചിക്കനാണ്. ഈ ബാറിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് എരിവൊക്കെ നല്ലോണം ഉണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് അരിഞ്ഞു വെച്ച നമ്മൾ നേരത്തെ ഒരു ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിരുന്നു. ആ ക്യാപ്സിക്കം കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്തു. അതും ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഈ അരപ്പിന് ഉപ്പ് കറക്റ്റാണോ നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തൊരു കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു ഗ്രേവി പോലെ വരാനുണ്ട്. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചത്, പച്ചവെള്ളം അല്ല ഒഴിച്ചത്. അതെല്ലാം കൂടെ പറ്റി ഒരു ചെറിയ കുഴമ്പ് പോലെയൊക്കെ വരും. കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ കറിവേപ്പിലയും ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കനാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.